എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അമ്മയുടെ കുഞ്ഞു കുഞ്ഞു സന്ധ്യാസമയ വിശേഷങ്ങൾ കണ്ടാലോ. അമ്മയ്ക്ക് വീട്ടിലുള്ള സ്ഥലത്തിനനുസരിച്ച് കുഞ്ഞു കുഞ്ഞു പച്ചക്കറി കൃഷിയും കൂടാതെ ചെറിയ ചെറിയ ചെടികൾ വളർത്തുന്നതൊക്കെ ഒരു ഹോബിയാണ് കേട്ടോ. ഈ വെണ്ടത്തൈയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കറികൾക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് 1-2 പ്രാവശ്യം നമ്മൾ സാമ്പാർ വെക്കാനൊക്കെ എടുത്തു കേട്ടോ ഈ വെണ്ടക്ക. ഇനി തൈൽ അധികം ഉണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും നാളേക്കുള്ള ആവശ്യത്തിന് 2 വെണ്ടക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 വെണ്ടക്ക പറിച്ചെടുത്തു. ഒന്നുകൂടിയൊക്കെ മൂത്ത് ആയി വരുന്നുണ്ട്. ഇനി ചെറിയൊരു ഇളവൻ തൈ ഉണ്ടായി വരുന്നത് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടില്ലേ, അത് ഇളവൻ തൈയാണേ. ഇതൊക്കെ പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ വെള്ളമുളക്, അത് അത്യാവശ്യം തൈലുണ്ടായിട്ടുണ്ട് കേട്ടോ. വെള്ളമുളക് അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. നമ്മൾ ഈ ചക്കയ്ക്കൊക്കെ അരച്ചിടാനൊക്കെ നമ്മൾ വെള്ളമുളക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ചീരാമുളക് വെച്ചാൽ ചിലപ്പോൾ ചീരാമുളക് കിട്ടുകയെന്ന് വെച്ചാൽ ചീരാമുളകും ഉപയോഗിക്കും, അല്ലാത്തപ്പോൾ വെള്ളമുളക് ഉപയോഗിക്കാറുണ്ട്. നാളേക്കുള്ള ആവശ്യത്തിനുള്ളത് കുറച്ച് പറിച്ചെടുക്കുകയാണ് കേട്ടോ അമ്മ. ഇനി ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. പറിക്കാൻ പാകമായിട്ട് ഒരു ഇളവൻ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, അത് അത്യാവശ്യം പറിക്കാനായിട്ടുണ്ട്. ഇനി അത്തായി തന്നെ ചെറുതായിട്ട് ഉണ്ടായി വരുന്ന ഒരു ഇളവനും കൂടി ഉണ്ട്. അത് ഇനി കുറച്ച് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്, വലുതായി വന്ന്. ഇത് തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ട് മൂത്ത് വരാനേ. അത്യാവശ്യം പറമ്പിലെ പച്ചക്കറികളൊക്കെ അത് കഴിഞ്ഞാൽ അമ്മ നനയ്ക്കാൻ തുടങ്ങും കേട്ടോ. അമ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ചെടികളും ഒക്കെ ഉണ്ട്. അമ്മ അതൊക്കെ നനച്ച് കൊടുക്കും. എന്നും വൈകുന്നേരമാണ് നനയ്ക്കാറ്. സന്ധ്യാസമയം വിളക്ക് കത്തിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചെടികളൊക്കെ നനച്ച് കൊടുക്കും കേട്ടോ. നനയ്ക്കൽ പണി ഏകദേശം ഒരു 5:30-5:45 ആവുന്ന സമയമാകുമ്പോൾ കഴിയും. പിന്നെ നമുക്ക് വിളക്ക് കത്തിക്കാനുള്ള പരിപാടിക്കുള്ള ടൈമായി. വിളക്ക് കത്തിച്ചതിന് ശേഷം കുറച്ച് സമയം ശാന്തമായിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. നന്ദി.